താരസംഘടനയായ അമ്മയിലെ ചരിത്ര നിമിഷ പിറവി തന്നെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. താരസംഘടനയായ അമ്മയെ ഇനി 2 വനിതകൾ ചേർന്ന് നയിക്കും. അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. രവീന്ദ്രനെ തോൽപ്പിച്ച് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു. ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേതയുടെ വിജയം. ലക്ഷ്മി പ്രിയയാണ് വൈസ് പ്രസിഡന്റ്. ഉണ്ണി ശിവപാലാണ് പുതിയ ട്രഷറർ. ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്തായാലും AMMA എന്ന താരസംഘടന തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായാണ് അതിന്റെ തലപ്പത്തേക്ക് ഒരു വനിത വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത. ശ്വേതാ മേനോൻ നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്കും നാടകീയതകൾക്കും ഒടുക്കമാണ് തലപ്പത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. ആ മത്സരിക്കാനുള്ള തീരുമാനത്തിന് ശേഷവും വലിയ വിവാദങ്ങളെയും ആരോപണങ്ങളെയും നാടകീയതകളെയും ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്നു. അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടിപ്പോൾ വലിയൊരു വിജയം നേടാൻ ശ്വേതാ മേനോന് സാധിച്ചിരിക്കുന്നു. ഇനി അമ്മയെ ശ്വേതാ മേനോൻ നയിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കുക്കു പരമേശ്വരനാണ് ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി പദവിയാണ് അമ്മയിൽ അധ്യക്ഷ പദം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം. അത് അലങ്കരിക്കുന്നതും മറ്റൊരു വനിതയാണത് കുക്കു പരമേശ്വരനാണ്. ട്രഷറർ സ്ഥാനത്തേക്ക് മാത്രമാണ് ഒരുപക്ഷെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പദവിയായ ട്രഷറർ സ്ഥാനത്ത് മാത്രമാണ് ഒരു പുരുഷൻ എത്തുന്നത് എന്നതും കൂടി കാണണം. ലിഡിയ ജേക്കബ് ഉണ്ട്. ലിഡിയ, വോട്ടെടുപ്പ് എങ്ങനെയായിരുന്നു? ആർക്കൊക്കെ എത്രയൊക്കെ വോട്ടുകൾ ലഭിച്ചു? എത്ര വോട്ടിന്റെ പിൻബലത്തോടുകൂടി, എത്ര വലിയൊരു കരുത്തോടുകൂടിയാണ് ഈ അധ്യക്ഷ പദവിയിലേക്ക് ശ്വേതാ മേനോൻ എത്തുന്നത്? സൈഫുദ്ദീൻ, ലീഡ് സംബന്ധിച്ച് എത്രത്തോളം ഉണ്ട്, എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയം എന്നുള്ളതിനെ സംബന്ധിച്ച് വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ ചരിത്രത്തിൽ 31 വർഷത്തെ ചരിത്രത്തിലെ ഒരു ചരിത്ര നിമിഷമായി വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം, അതായത് അമ്മയെ നയിക്കാൻ 2 വനിതകൾ എത്തുന്നു. അതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ എത്തുന്നു. ഒപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വലിയ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെയുടെ അമ്മയിലേക്ക് സ്ത്രീകൾ വരണം, സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇല്ലാത്തതിനാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ വരണം, സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇല്ലാത്തതിനാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ആരോപണങ്ങളും അതുപോലെ തന്നെ വലിയ വിവാദങ്ങളും ഇതിൽ വരുന്നതിനടക്കമുള്ള കാര്യങ്ങൾ പല കോണുകളിൽ നിന്നായി ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ മറുപടിയായി അമ്മയുടെ 2 സ്ത്രീകൾ വരുന്നു. അമ്മയെ നയിക്കാൻ 2 കരുത്തരായിട്ടുള്ള സ്ത്രീകൾ എത്തുന്നു എന്നുള്ളതാണ് ഒപ്പം ഏറ്റവും വലിയ ആരോപണങ്ങളും അതുപോലെ തന്നെ കേസ് അടക്കം അശ്ലീല ലംഘനങ്ങളിൽ അഭിനയിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ കേസ് അടക്കം നേരിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കുന്നത്. അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വലിയ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ ഒരു നിമിഷം കൂടുതൽ വിവരങ്ങൾ എടുക്കുക. എന്തായാലും ശ്വേതാ മേനോൻ എത്ര വോട്ടുകൾക്കാണ് ജയിച്ചത്, എത്ര ലീഡ് അവർക്കുണ്ട്, കുക്കുവിന് എത്ര ലീഡുണ്ട് എന്ന കാര്യങ്ങളിലൊക്കെയാണ് ഇനി വിവരങ്ങൾ വരേണ്ടത്. എന്തായാലും വോട്ടെടുപ്പ് അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ അധ്യക്ഷയായി ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇനി അവരുടെ വോട്ടിംഗ് നില, ദേവൻ എത്ര വോട്ട് ലഭിച്ചു, ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് 2 പേർക്കും എത്ര വോട്ട് ലഭിച്ചു, രവീന്ദ്രൻ എത്ര വോട്ട് ലഭിച്ചു എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഈ സമയം നമുക്കറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ ഒന്ന്, ദേവനെ തോൽപ്പിച്ച് ശ്വേതാ മേനോനും രവീന്ദ്രനെ തോൽപ്പിച്ച കുക്കു പരമേശ്വരനും അമ്മയുടെ പ്രധാനപ്പെട്ട 2 പദവികളിലേക്കും എത്തുന്ന ആദ്യ വനിതകളായി മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്മ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കൊച്ചിയിൽ പൂർത്തിയായിരിക്കുന്നു. ശ്വേതാ മേനോനാണ് പ്രസിഡന്റ്. നേരത്തെ ലിഡിയ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങൾക്കും നാടകീയതകൾക്കും ഒക്കെ ഒടുക്കമാണ് ശ്വേതാ മേനോൻ വലിയൊരു വിജയം, തിളക്കമാർന്ന വിജയം കൈവരിച്ചുകൊണ്ട് ഈ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത്. മലയാള സിനിമയിലെ നടിമാർ വലിയ തോതിലുള്ള പീഡനങ്ങൾ, വലിയ തോതിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന ആരോപണം അല്ലെങ്കിൽ എന്ന വിമർശനം കാലങ്ങളായി ആ സംഘടന അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഏറ്റവും ഒടുക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന ആരോപണങ്ങൾ, അതിന് പിന്നാലെ ഉണ്ടായ കൊടുങ്കാറ്റ്, ആ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞു പോയ പഴയ നേതൃത്വം, മോഹൻലാലിന് ഉൾപ്പെടെ രാജിവെക്കേണ്ടി വന്ന സാഹചര്യം, അതിനുശേഷം അമ്മ എന്ന ബോഡി പിരിച്ചുവിടുന്നു. അമ്മയുടെ നേരത്തെ ഉണ്ടായിരുന്ന നേതൃത്വം പിരിച്ചുവിടുന്നു. അങ്ങനെയാണ് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത്. അവിടെ ശ്വേതാ മേനോൻ തലപ്പത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വലിയ പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഒക്കെ അവർ ഏറ്റുവാങ്ങിയതാണ്.
അതിനുശേഷം വലിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ അവർക്കെതിരെ ഉയർന്നു. അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഇതാ ശ്വേതാ മേനോൻ തിളക്കമാർന്ന വിജയത്തിലൂടെ അമ്മയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു.